വണ്ടി എടുത്തോണ്ട് മലപ്പുറം എടുത്തോണ്ട് വന്നത് 3 ദിവസം പറയട്ടെ മാഡം. വണ്ടി 3 ദിവസത്തെ എഗ്രിമെന്റേ ഉള്ളൂ. സാറിനോട് ഞാൻ പറഞ്ഞു ഈ മൊത്തം സാധനം മാറ്റി വണ്ടിയുടെ കളർ മാറ്റി എല്ലാം ചെയ്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ മീഡിയാസിനെ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രൊമോഷൻ മാത്രം നിങ്ങൾ അറിയോ? ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ പറയുക, നിങ്ങൾ ഇത് ക്ലിയർ ചെയ്തിട്ട് 3 ദിവസത്തിനുള്ളിൽ വരണം എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്താലും ഞങ്ങൾ ഇത് ക്ലിയർ ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇപ്പൊ ചെയ്തേക്കുന്നത് ഈ വണ്ടിയുടെ പ്രശ്നം അതല്ല. കൈ കാണിച്ചിട്ട് നിർത്താതെ വന്ന് അവിടെ വേറെ വണ്ടിയിൽ ഇടിച്ചു. അതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി വാർത്തയായി കിടന്ന സാധനമാണ്. വണ്ടി ഇന്ന് അത്യാവശ്യമായിട്ട് പിടിക്കണമെന്ന് പറയുന്ന വണ്ടിയാണ്. അല്ലാതെ കണ്ട് മീഡിയയെ പിടിച്ച് വാർത്തയാക്കിയതൊന്നുമല്ല. ജസ്റ്റ് ചെക്ക് റിപ്പോർട്ട് ഞങ്ങൾ പോയിട്ടെ അല്ല മേഡം, ചെക്ക് റിപ്പോർട്ട് ഞങ്ങൾ ഇവനെ കൊണ്ട് വരാം. ഇപ്പൊ അടുത്തൊരു ഇതുണ്ട്, അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവനെ കൊണ്ട് വരാം. നിങ്ങൾ എപ്പോഴാന്ന് പറഞ്ഞാൽ വിളിച്ചാൽ ഞങ്ങൾ വരാം. അവൻ പോയാൽ മതി എന്ന് പറഞ്ഞില്ല. നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും രൂപഘടനയിൽ മാറ്റം വരുത്തിയും ഓടിയ കാർ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലം പത്തനാപുരത്താണ് സംഭവം. അതേസമയം കാർ കസ്റ്റഡിയിലെടുത്തതിന്റെ പേരിൽ ഒരു സംഘം ആളുകൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയത്. മലപ്പുറം സ്വദേശിയുടെ പേരിലുള്ള കാർ കൊല്ലം സ്വദേശി വാങ്ങിയെങ്കിലും പേരുമാറ്റം നടത്തിയിരുന്നില്ല.